ഓക്കെ, സോ ഇതാണ് 1,19,000 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ലേറ്റസ്റ്റ് ഐഫോൺ 16 പ്രോ. സോ യെസ്, ആപ്പിൾ ഇത്തവണ അവരുടെ പ്രോ ഫോൺസിന്റെ പ്രൈസ് കുറച്ചിട്ടുണ്ട്. താങ്ക് യു. സോ ബോക്സ് ഓപ്പൺ ചെയ്യാം. പതിവ് പോലെ ഫസ്റ്റ് തന്നെ ഐഫോൺ ആണ്. എന്നാൽ പതിവല്ലാത്ത രീതിയിലാണ് ചാർജിങ് കേബിൾ തന്നിരിക്കുന്നത്. നോർമലി ഇതാ കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഒരു റൗണ്ട് പാക്കേജിങ് അല്ലെങ്കിൽ റൗണ്ട് കോയിലായിട്ടാണ് തരുന്നത്. എന്നാൽ ഇത്തവണ അതാ ഓവൽ ഷേപ്പിലാണ് പാക്കേജിങ്. ഈവൻ ഡോക്യുമെന്റ്സിന്റെ ഷേപ്പും സ്ക്വയറിൽ നിന്ന് മാറ്റിയിട്ട് ഓവൽ ആക്കിയിട്ടുണ്ട്. യെസ്, വർഷത്തിൽ ഒരിക്കൽ മാത്രം ഐഫോൺ അൺബോക്സ് ചെയ്യുന്നത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്ത് പറയണം. ഒരു മാറ്റം കൂടിയുണ്ട്, RIP ആപ്പിൾ സ്റ്റിക്കേഴ്സ്. സോ ഇനി അങ്ങോട്ട് ഐഫോൺസിന്റെ കൂടെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ല. സോ ഇതാണ് ലേറ്റസ്റ്റ് ഐഫോൺ 16 പ്രോ. സോ സെയിം അതായത് കഴിഞ്ഞ വർഷം വന്ന ഐഫോൺ 15 പ്രോ പോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. സെയിം ബട്ട് ഡിഫറെന്റ് അല്ലെങ്കിൽ ഡിഫറെന്റ് ബട്ട് സെയിം എന്നൊക്കെ പറയാൻ പറ്റും. എനിവേ, ഫസ്റ്റ് വ്യത്യാസമാണ് അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഫസ്റ്റ് വ്യത്യാസമാണ് ഇതിന്റെ ഡിസ്പ്ലേ സൈസ്. ചുറ്റുമുള്ള ബെസൽസ് കുറച്ച് ഫോണിന്റെ സൈസ് ചെറുതായിട്ട് കൂട്ടിയത് കൊണ്ട് ആപ്പിളിന് ഈ പ്രോ മോഡലിന്റെ ഡിസ്പ്ലേ സൈസ് 6.1 ഇഞ്ചിൽ നിന്ന് കൂട്ടി 6.3 ഇഞ്ച് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബെസൽലെസ് ഡിസ്പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എങ്ങനെ സാധിക്കുന്നു ആപ്പിൾ? അതായത് ഓൾമോസ്റ്റ് ബെസൽസ് ഇല്ല എന്നൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾ അറിയില്ല, പക്ഷെ നേരിട്ട് കാണണം. അതായത് നിങ്ങൾ ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് വെറുതെ നേരിട്ട് കണ്ടു നോക്കുക. ഓക്കെ, ഇറ്റ്സ് അമേസിംഗ്. ഇത്തവണ ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ അപ്ഗ്രേഡ് ചെയ്ത് ലേറ്റസ്റ്റ് ജനറേഷൻ സെറാമിക് ഷീൽഡ് ആക്കിയിട്ടുണ്ട്. ബാക്കി ഈ കാണുന്ന പിൽ ഷേപ്ഡ് കട്ടൗട്ട്, അതിലുള്ള ഡൈനാമിക് ഐലൻഡ്, 1 Hz to 120 Hz റിഫ്രഷ് ചെയ്യുന്ന LTPO പാനൽ, ഡോൾബി വിഷന് വേണ്ടിയുള്ള സപ്പോർട്ട്, 2000 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസ്, അതൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ സെയിം അല്ലാത്തൊരു ഫീച്ചറാണ് ഇത്തവണ വന്നിരിക്കുന്ന പുതിയ ഡെസേർട്ട് ടൈറ്റേനിയം കളർ ഓപ്ഷൻ. മറ്റു വീഡിയോസിൽ കണ്ടപ്പോൾ ഇതിന്റെ കളർ കുറച്ച് പെയിൽ അല്ലെങ്കിൽ ഭയങ്കര വൈറ്റ് ആയിട്ട് തോന്നി. എന്നാൽ നേരിട്ട് കാണുമ്പോൾ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നമ്മുടെ മണലില്ലേ, അതുകൊണ്ടായിരിക്കും ഒരു ഡെസേർട്ട് എന്ന് പേരിട്ടത്. നമ്മുടെ സാൻഡ് അല്ലെങ്കിൽ മരുഭൂമിയുടെ ചെറിയൊരു കളർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഷെയ്ഡ് ഉണ്ട്. ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഗോൾഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചെറിയൊരു ലൈറ്റ് ഗോൾഡ് അല്ലെങ്കിൽ എന്തോ ഒരു ബ്രോൺസ്, ആ ഒരു എഫക്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, എനിവേ ഇത്തവണ ഫ്രെയിം നല്ല ഗ്ലോസി ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഈസിലി എൻ്റെ സ്മഡ്ജസ്, നമ്മുടെ കയ്യിലുള്ള ഈ അഴുക്കൊക്കെ ഈസിലി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ തവണ ഐ തിങ്ക് ഇറ്റ് വാസ് മാറ്റ് ഫിനിഷ്, ഇത്തവണ വീണ്ടും ഗ്ലോസി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഫോണിന്റെ സൈസും പിന്നെ അതിന്റെ കൂടെ തന്നെ ഫോണിന്റെ വെയിറ്റും ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ 15 പ്രോ ആൻഡ് 16 പ്രോ ഇങ്ങനെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ, ഈ സൈസും വെയിറ്റും. അല്ലെങ്കിൽ ഏകദേശം സെയിം ഫോൺസ് ആണ്. കാരണം ഈ കാണുന്ന ആക്ഷൻ ബട്ടൺ, സിംഗിൾ സിം സ്ലോട്ട്, ബാക്കിലുള്ള ഈ ക്യാമറ മോഡ്യൂൾ ഡിസൈൻ, IP68 റേറ്റിംഗ്, കയ്യിലെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻഹാൻഡ് ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ പക്ക ഐഫോൺ 15 പ്രോ പോലെ തന്നെയുണ്ട്. ഓക്കെ, എന്നാൽ ഇതിന്റെ ഡിസൈനിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റമാണ് ഇവിടെയുള്ള ഈ ക്യാമറ കൺട്രോൾ. അത്രേ ഉള്ളൂ, ബട്ടണൊന്നുമില്ല. കാരണം ലോഞ്ച് ഇവന്റ് ആണെങ്കിലും അതിനുശേഷം ആപ്പിൾ കൊടുത്ത ഇന്റർവ്യൂസ് ആണെങ്കിലും ഒരിടത്തും ആപ്പിൾ ഈ ഒരു ബട്ടൺ എന്ന് വിളിച്ചിട്ടില്ല. സോ ഇതിനെ ഒരു ബട്ടൺ എന്ന് വിളിക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബട്ടൺ പോലും മനസ്സിലായല്ലോ. എനിവേ, ഈ ഒരു ക്യാമറ കൺട്രോളിനെ കുറിച്ച് ഡീറ്റെയിലിൽ ഞാൻ ക്യാമറ സെഗ്മെന്റിൽ പറഞ്ഞുതരാം. പ്രോ ഫോൺസിന്റെ, പ്രോ മാക്സ് അല്ല, നോൺ മാക്സ് പ്രോ, അതായത് പ്രോ ഫോണിന്റെ ബാറ്ററി ഒരു ഇഷ്യൂ ആയിരുന്നു. അത് 14 പ്രോയിൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റുമായിരുന്നു. 15 പ്രോയിൽ ചെറിയ ഇംപ്രൂവ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 16 പ്രോയിന്റെ ബാറ്ററിയുടെ സൈസ് ആപ്പിൾ കൂട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് കുറച്ചും കൂടി മികച്ച ബാറ്ററി ബാക്കപ്പ് പ്രതീക്ഷിക്കാം. പിന്നെ ചെറിയ ഫീച്ചേഴ്സ് പോലും ഇങ്ങനെ വീർപ്പിച്ച് വലുതാക്കി പറയുന്ന ഒരു ബ്രാൻഡാണ് ആപ്പിൾ. സോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ പ്രോ ആണെങ്കിലും പ്രോ മാക്സ് ആണെങ്കിലും 45 വാട്ടിന്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില ന്യൂസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, ഇന്നാണ് ഫോൺ കിട്ടിയത്. സോ 45 വാട്ടിൽ ചാർജ് ആവുന്നുണ്ടെങ്കിൽ നല്ല പ്ലസ് പോയിന്റ് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് പറയാം. ഈ വർഷവും ആപ്പിൾ ഇതിന്റെ പ്രൊസസർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ വർഷം A17 പ്രോ ആയിരുന്നു. ഇത്തവണ ലേറ്റസ്റ്റ് അതിനേക്കാളും കുറച്ചും കൂടി പവർഫുൾ A18 പ്രോ ചിപ്സെറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഒന്നും ഇല്ല. എന്നാൽ CPU ആണെങ്കിലും GPU ആണെങ്കിലും AI കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ന്യൂറൽ എഞ്ചിൻ ആണെങ്കിലും അതൊക്കെ ചെറിയ രീതിയിൽ ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നോർമൽ ഡേ ടു ഡേ യൂസിൽ നിങ്ങൾ ഒരു വ്യത്യാസം അറിയാൻ പോകുന്നില്ല. അതാണ് പരമസത്യം. മറ്റൊരു നഗ്ന സത്യം എന്താണെന്ന് വെച്ചാൽ, ആപ്പിൾ അവരുടെ ലോഞ്ച് ഇവന്റിൽ അത്യാവശ്യം നല്ലോണം പൊക്കി പറഞ്ഞൊരു സംഭവമായിരുന്നു ആപ്പിൾ ഇന്റലിജൻസ്. സംഭവങ്ങളൊക്കെ കൊള്ളാം, നല്ല ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഒരൊറ്റ ഫീച്ചർ പോലും ഈ ഫോണിൽ ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നില്ല. ഞാൻ ആക്ച്വലി സാഡ് അല്ല, ഭയങ്കര ഷോക്ക്ഡ് ആണ്. കാരണം ആപ്പിൾ നോർമലി ഇങ്ങനെ ചെയ്യാറില്ല. അവർ പറയുന്ന ഫീച്ചേഴ്സ് ഔട്ട് ഓഫ് ദ ബോക്സ് തരാറുണ്ട്. യെസ്, 1-2 ഫീച്ചേഴ്സ് ലേറ്റ് ആവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഒരൊറ്റ ഫീച്ചർ പോലും തന്നിട്ടില്ല. ഞാൻ ആക്ച്വലി നോക്കിയിരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ ഗാലക്സി AI ആണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിളിന്റെ പിക്സലുള്ള AI ആണെങ്കിലും അതൊക്കെ നമ്മൾ കണ്ടു. സോ ഇതും ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ലേറ്റർ ദിസ് ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും നെക്സ്റ്റ് ഇയർ ആകുമോ, ഐ ഡോണ്ട് നോ. എനിവേ, വന്നാൽ ഉടനെ തന്നെ ഇതിനെക്കുറിച്ചുള്ള
ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ. സോ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. 18.1 വരുമ്പോൾ എല്ലാ ഐഫോൺസിലും കോൾ റെക്കോർഡിംഗിന്റെ ഫീച്ചർ വരുമെന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. എന്നാൽ എന്നെ ഞെട്ടിച്ച വിപ്ലവകരവും ഇന്നോവേറ്റീവ് ആയ ഒരു പുതിയ ഫീച്ചർ iOS 18 വന്നിട്ടുണ്ട്. ദാ കണ്ടില്ലേ, നമുക്കൊരു ആപ്പിൻ്റെ ഐക്കൺ ഇനി തൊട്ട് ഹോം സ്ക്രീനിൽ എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. ഞാനൊന്നും പറയുന്നില്ല, ലെറ്റ്സ് മൂവ് ഓൺ. ജസ്റ്റ് കിഡിങ് ആക്ച്വലി. എനിവേ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് iOS 18 വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഐക്കൺസിൻ്റെ കളേഴ്സ് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലൈറ്റ് മോഡ് ഉണ്ട്, ഡാർക്ക് മോഡ് ഉണ്ട്, ഈവൻ കസ്റ്റം ടിൻറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാ കണ്ടില്ലേ, പുതിയ ചില ലോക്ക് സ്ക്രീൻ വാൾപേപ്പേഴ്സ് തന്നിട്ടുണ്ട്. ലോക്ക് സ്ക്രീനിലുള്ള ഈ ഫേമസ് 2 ക്വിക്ക് കൺട്രോൾസ് ഇനി നമുക്ക് മാറ്റി വേറെ ഷോർട്ട് കട്ട്സും വേറെ ക്വിക്ക് കൺട്രോൾസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ കാണുന്ന കൺട്രോൾ സെൻറ്റർ ഉണ്ടല്ലോ, ഇതും കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ക്വിക്ക് ടോഗിൾസ് എടുത്ത് മാറ്റാം, റീഅറേഞ്ച് ചെയ്യാം, വലുതാക്കാം, ചെറുതാക്കാം, ഈവൻ വേറെ പേജസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നൈസ് ആക്ച്വലി. സെറ്റിംഗ്സിൽ പോയാൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകം ടാബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐക്കണിന്റെ മുകളിൽ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ അത് നമുക്ക് ഇങ്ങനെ വിഡ്ജറ്റിലേക്ക് മാറ്റാൻ പറ്റും. ആപ്ലിക്കേഷൻസ് നമുക്ക് ഫേസ് ഐഡി വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റും. ഈവൻ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്യാനുള്ള ഫീച്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, ക്യാമറ മോഡ്യൂൾ എക്സാക്ട്ലി സെയിം ആണെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ക്യാമറയിൽ 2 മേജർ അപ്ഗ്രേഡുകൾ വന്നിട്ടുണ്ട്. ഒന്നാണ് ആ പ്രോ മാക്സിലുള്ള 5x ടെലിഫോട്ടോ പോർട്രേറ്റ് സൂം ക്യാമറ ഉണ്ടല്ലോ, ഇത്തവണ ഇവിടെയും 5x ടെലിഫോട്ടോ തന്നിട്ടുണ്ട്. സോ RIP 3x ടെലിഫോട്ടോ ആക്ച്വലി കഴിഞ്ഞ വർഷം തന്നെ തരേണ്ടതായിരുന്നു. രണ്ടാമത്തെ മാറ്റമാണ് 12 മെഗാ പിക്സൽ അൾട്രാവൈഡ് അപ്ഗ്രേഡ് ചെയ്ത് 48 മെഗാ പിക്സൽ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഈ ഫോൺ വെച്ച് എടുത്തിരിക്കുന്ന ചില ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ്. എനിക്ക് ഈ ഒരു ഫോൺ ഫ്രാങ്ക്ലി ഇന്ന് രാവിലെയാണ് കിട്ടിയത്. ഓക്കെ, സോ ഒരുപാട് ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു വളരെ ബേസിക് ഫസ്റ്റ് ഇംപ്രഷൻ വെച്ച് നോക്കുമ്പോൾ ഐഫോണിന്റെ പ്രോ സീരീസ് ഫോൺസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പെർഫോമൻസ്, ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും എക്സാക്ട്ലി ആ ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടിയത്. ഓക്കെ, എനിവേ ഈ ഫോണിന്റെ റിവ്യൂ വീഡിയോ ആണെങ്കിലും S24 അൾട്രയുമായിട്ടുള്ള കമ്പാരിസൺ ആണെങ്കിലും ആ പറഞ്ഞ വീഡിയോസിൽ ഞാൻ ഈ ഫോണിന്റെ ക്യാമറയെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഈ ക്യാമറ കൺട്രോൾ ബട്ടൺ ബേസിക്കലി ഒരു ക്യാമറ ഷോർട്ട് കട്ട് ബട്ടൺ ആണെന്ന് പറയാൻ പറ്റുമോ? അതായത് എക്സാക്ട്ലി ബട്ടൺ ആണ്. നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോൺസിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ, ഈ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉള്ള പവർ ബട്ടൺ, സെയിം കോൺസെപ്റ്റ് ആണ്. ഇതും ബട്ടൺ ആണ്, പ്രസ് ചെയ്യാൻ പറ്റും, അകത്തേക്ക് കയറുന്നുണ്ട്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് അകത്തേക്ക് കയറില്ല, ടാപ്പ് ചെയ്തിട്ടെല്ലാം ചെയ്യണമെന്ന്. പക്ഷേ അങ്ങനത്തെ അല്ല, ടാപ്പ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്, പക്ഷേ പ്രസ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺ തന്നെയാണ്. സോ ഒരു തവണ പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പൺ ആവും, ഒന്നോടെ പ്രസ് ചെയ്യുമ്പോൾ ഫോട്ടോ വീഡിയോ ക്ലിക്ക് ചെയ്യും. കുറച്ചും കൂടി ഫോഴ്സിൽ ടാപ്പ് ചെയ്താൽ സൂം ഇൻ ആൻഡ് സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. പക്ഷേ ഇതേ കാര്യങ്ങൾ നമുക്ക് ഈസിലി ഡിസ്പ്ലേയിൽ നിന്ന് ചെയ്യാൻ പറ്റും ആക്ച്വലി. പിന്നെ ഈ ഫോൺ ഇങ്ങനെ പിടിക്കുമ്പോൾ ഓക്കെയാണ്, നമുക്ക് എക്സാക്ട്ലി ഇവിടെ ഇങ്ങനെ സ്വൈപ്പും പ്രസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ വെർട്ടിക്കൽ പിടിക്കുമ്പോൾ പിന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. നമ്മുടെ തമ്പ് നോർമലി ഇവിടെ അല്ലേ, ഈ പവർ ബട്ടൻ്റെ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. സോ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെർട്ടിക്കലി ആണല്ലോ ഇപ്പം ഒരുപാട് പേര് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. സോ അങ്ങനെ എടുക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, സോ ഈ iPhone 16 പ്രോനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ ഫോണിന്റെ ഡീറ്റെയിൽഡ് പ്രൈസിംഗ്, ഓഫേഴ്സ്, കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.